വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 14 വീഡിയോ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Who among the following was the first woman to learn the all-male style of Kathakali and was also the founder of Darpan Academy of Performing Arts that caters to various performing arts like dance, music, drama and puberty? അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ വിദ്യാ ഗൗരി അത്കർ, മൃണാലിനി സാരാഭായ്, അഞ്ജലി മെഹ്റ, നിവേദിത അർജുൻ. ഏതാ ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൃണാലിനി സാരാഭായ് ആണ്. മൃണാലിനി സാരാഭായ് ആണ് എന്താ മെയിൽ സ്റ്റൈലിലുള്ള കഥകളിയിലെ എല്ലാ മെയിൽ സ്റ്റൈലും പഠിച്ചെടുക്കുകയും അങ്ങനെ ആദ്യത്തെ വുമണായി മാറുകയും ചെയ്തത് ആരാ? മൃണാലിനി സാരാഭായ് ആണ്. അവരുടെ അക്കാഡമിയാണ് ദർപ്പൺ അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ്. അവരതിൽ എന്താ ഡാൻസ്, മ്യൂസിക്, ഡ്രാമ ഇതിനൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അവരൊരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസറും കൊറിയോഗ്രാഫറും കൂടിയായിരുന്നു മൃണാലിനി സാരാഭായ്. അതുപോലെ അവർ എന്ന് പറയുന്നത് എന്താ ഫേമസ് സയൻറ്റിസ്റ്റായ വിക്രം സാരാഭായിയുടെ ഭാര്യയാണ്. അതായത് വിക്രം സാരാഭായിയുടെ ഭാര്യയാണ് മൃണാലിനി സാരാഭായ് എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് 1965 പത്മശ്രീയും അതുപോലെ തന്നെ 1992 അവർക്ക് പത്മഭൂഷൺ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അവർക്ക് സംഗീത നാടക അക്കാദമി അവാർഡും 1994 കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ദർപ്പൺ അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ് അവരുടെ ഒരു സംരംഭമാണ്. അത് 1949 അഹമ്മദാബാദിലാണ് അവർ തുടക്കം കുറിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ വിച്ച് ഇയർ ഡിഡ് തീഞ്ചാബായ് ദ വെൽ നോൺ ആർട്സ് ഓഫ് പാണ്ഡവനി മ്യൂസിക് വിൻ ദ പത്മവിഭൂഷൺ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2020, 2019, 2021, 2017. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2019 ആണ്. ആരാണ്? തീജാൻ ബായ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവർ പാണ്ഡവനി മ്യൂസിക്കിൽ ഫേമസ് ആയിട്ടുള്ളതാണ്. അവർക്ക് 2019 പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി പാണ്ഡവനി മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഛത്തീസ്ഗഡ് ഏരിയയിൽ കാണുന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു ട്രഡീഷണലുള്ള മ്യൂസിക്കാണ് പാണ്ഡവനി മ്യൂസിക് എന്ന് പറയുന്നത്. അതുപോലെ ഈ പാണ്ഡവനി മ്യൂസിക്കിൽ മെയിനായിട്ട് പറയുന്നത് മഹാഭാരത കഥയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ കൗരവരെ കുറിച്ചും പാണ്ഡവരെ കുറിച്ചുമാണ് അതിൽ അവർ പറയുന്നത്. അതൊരു പാട്ടായിട്ട് പാടുകയാണ് ആ പാണ്ഡവനി മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പാണ്ഡവനി മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ഡിവോഷണൽ മെറ്റീരിയലാണ് പാണ്ഡവനി മ്യൂസിക് എന്ന് പറയുന്നത്. ഈ പാണ്ഡവനി മ്യൂസിക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ മഹാഭാരതത്തിൽ പാണ്ഡവരിൽ 5 മക്കളുണ്ട്. അതിൽ തന്നെ പാണ്ഡവരിലെ 2ാമത്തെ മകനായ ഭീമനാണ് ഈ പാണ്ഡവനി മ്യൂസിക്കിൽ ഹീറോ ആയിട്ടുള്ള വ്യക്തി. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫോക്ക് സ്റ്റൈൽ സിംഗിങ് ആണ്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പാണ്ഡവനി മ്യൂസിക് മെയിനായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇതിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ജദുരാം ദേവാങ്കൻ, തീജൻ ബായ്, ഋതുവർമ്മ ഇവരൊക്കെയാണ് പാണ്ഡവനി മ്യൂസിക്കിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ചസ് ഫൗണ്ട് ഇൻ ബ്രെഡ്, സിറിയൽസ് ആൻഡ് പാസ്ത ആർ മെയ്ഡ് അപ്പ് ഓഫ് ലോങ് ചെയിൻസ് ഓഫ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സെല്ലുലോസ്, ഗ്ലൂക്കോസ്, മാൾട്ടോസ്, ഗാലക്ടോസ്. കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഷുഗർ മോളിക്യൂൾസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അതൊരു പ്രോട്ടീനും ഫാറ്റും കൂടി അടങ്ങിയ സംഭവമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഭൂമിയിലുള്ള മെയിനായിട്ടുള്ള 3 ന്യൂട്രിയൻസിൽ ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻസ് എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവും. പിന്നെ ഗ്ലൂക്കോസും ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നവർക്ക് നമ്മളെ ബോഡിയിലെ സെല്ലിനും ടിഷ്യൂസിനെല്ലാം എനർജി കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൂക്കോസ്, ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തി ഫുഡെന്നും അൺഹെൽത്തി ഫുഡെന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഷുഗർ, ഫൈബർ, സ്റ്റാർച്ചസ് ഈ ഫോമിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ എന്താ? ഈ ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്ന് പറയുന്നൊരു ഗ്ലൂക്കോസിൻ്റെ പോളിമേഴ്സ് ആണ്. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് റിപ്പീറ്റിംഗ് ചെയിൻസ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ലോങ് റിപ്പീറ്റിംഗ് ചെയിൻസിനെയാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ്, ആനിമൽസ്, ഫംഗി, ബാക്ടീരിയ തുടങ്ങിയ ജീവികളിൽ എനർജി സ്റ്റോർ ചെയ്യുന്നൊരു സാധനമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാർച്ച് ഈസ് എ പോളിമർ മെയ്ഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിലൊരു സാധനമാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്.
ഇനി പിന്നെ പറയാം സെല്ലുലോസ്. സെല്ലുലോസ് ഈസ് ദ മെയിൻ സബ്സ്റ്റൻസ് ദാറ്റ് മേക്സ് അപ്പ് ദ സെൽ വാൾസ് ആൻഡ് ഫൈബേഴ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ സെൽ വാൾസും ഫൈബേഴ്സും ഉണ്ടാക്കാൻ ഒരു മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മഹാദേവ് ഗോവിന്ദ റാനഡെ വാസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ദ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആര്യ സമാജ്, സാധാരൺ ബ്രഹ്മോ സമാജ്, പ്രാർത്ഥനാ സമാജ്, ബ്രഹ്മോ സമാജ്. അപ്പോൾ ആൻസർ വരുന്നത് പ്രാർത്ഥനാ സമാജാണ്. മഹാദേവ് ഗോവിന്ദ റാനഡെ പ്രാർത്ഥനാ സമാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനാ സമാജ് 1867 ആത്മാറാം പാണ്ഡുരംഗ് തുടങ്ങിയ ഒരു സംരംഭമാണ് പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ നവോത്ഥാനത്തിന് പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചൊരു നവോത്ഥാന സംഘടനയാണ് പ്രാർത്ഥനാ സമാജ്. പിന്നെ പറയുകയാണെങ്കിൽ അവർ റിലീജിയസ് ആയിട്ടുള്ള സോഷ്യൽ റിഫോംസിനെതിരെയും നന്നായിട്ട് ആക്ഷൻ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥനാ സമാജിൻ്റെ അടുത്തുള്ളത്. പിന്നെ അവരുടെ ഒരു വായ്മൊഴിയാണ് സുബോധ് പത്രിക. സുബോധ് പത്രിക എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജിൻ്റെ ഒരു വായ്മൊഴിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് ഈ പ്രാർത്ഥനാ സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ളൊരു തെലുങ്കു റിഫോമറാണ് വീരസലിംഗൻ പന്തുലു എന്ന് പറഞ്ഞത്. വീരസലിംഗം പന്തുലു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരു തെലുങ്കു റിഫോമറാണ്. അദ്ദേഹമാണ് സൗത്ത് ഇന്ത്യയിൽ പ്രാർത്ഥനാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത്. ഇനി ആര്യ സമാജത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1875 ഏപ്രിൽ 10 1875 ഏപ്രിൽ 10 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം തുടക്കം കുറിച്ചത്. അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ബോംബെയിലാണ് തുടങ്ങി വെച്ചത്. പക്ഷെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലാഹോറിലാണ്. മാറിപ്പോവരുത്. ഹെഡ് ക്വാർട്ടേഴ്സ് ലാഹോറിലും അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങിയത് ബോംബെയിലുമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ദയാനന്ദ സരസ്വതി ടീച്ചർ എന്ന് പറയുന്നത് സ്വാമി വ്രജാനന്ദൻ ആണ്. സ്വാമി വ്രജാനന്ദനാണ് ദയാനന്ദ സരസ്വതിയുടെ അധ്യാപകൻ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആര്യ സമാജം എന്ത് ചെയ്തു? ഇന്റർകാസ്റ്റ് മാരേജ്, അതുപോലെ വിഡോ റീമേജ്, ഇതിനൊക്കെ അവർ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആര്യ സമാജത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് DAV കോളേജ്, ദയാനന്ദ ആംഗ്ലോ വിദ്യാലയ കോളേജസ്. ഈ കോളേജസ് എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസത്തിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനൊരു പുനർജീവനം കൊടുക്കുക എന്നുള്ള തരത്തിലാണ് DAV കോളേജുകൾക്ക് തുടക്കം കുറിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ ആര്യ സമാജം 1893 ഡിവൈഡായി. പിന്നെ അടുത്ത പറയാണ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ 1828 രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിന് തുടക്കം കൊടുത്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ദ റിലീജിയൻ റിഫോംസിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ബ്രഹ്മസമാജം. പിന്നെ പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്തു? സതി അബോളിഷ് ചെയ്തു 1829 സതി അബോളിഷ് ചെയ്യാൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചൊരു കൂട്ടമാണ് ബ്രഹ്മസമാജത്തിൻ്റെ. പിന്നെ പറയുകയാണെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോർ, അതുപോലെ കേശവ് ചന്ദ്രസെൻ, ഇവരൊക്കെ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് ദേവേന്ദ്രനാഥ ടാഗോറും കേശവ് ചന്ദ്ര സെന്നും. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മസമാജം എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഘടിച്ചു. എന്തൊക്കെ? അതിബ്രഹ്മസമാജവും അതുപോലെ സാധാരണ ബ്രഹ്മസമാജവും, ഇങ്ങനെ രണ്ടായിട്ട് അത് വിഘടിക്കുകയും പിന്നെ ദേവേന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? വേറൊരു സംഘടനയായ തത്വവർജിനി സഭ തുടങ്ങി. ഈ തത്വവർദ്ധിനി സഭ എന്ന് പറയുന്നത് പിന്നീട് പേര് മാറ്റി തത്വബോധിനി സഭ എന്നും പേരുമാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ ഈ സഭ എന്ത് ചെയ്തു? സ്പെഷ്യൽ മാരേജ് ആക്ട് 1872 കൊണ്ടുവരികയും അങ്ങനെ മിനിമം ഏജ് ഓഫ് 14 ഇയേഴ്സ്, കല്യാണം കഴിക്കാനുള്ള മിനിമം ഏജ് 14 ഇയേഴ്സ് ആക്കി മാറ്റുകയും ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എർത്ത് വാട്ടർ ഈസ് ഫ്രഷ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4.8%, 5.2%, 3.9%, 2.7%. ആൻസർ എന്ന് പറയുന്നത് 2.7% ആണ്. എർത്തിലെ വാട്ടറിൻ്റെ 2.7% ആണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2.5% എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറും പിന്നെ 98.8% എന്ന് പറഞ്ഞാൽ ഐസ്, ഗ്രൗണ്ട് വാട്ടറിലെല്ലാം പെടുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന 0.3% എന്ത് ചെയ്യും? റിവേഴ്സ്, ലേക്സ്, അറ്റ്മോസ്ഫിയർ, ഈ ഭാഗത്തിലേക്കാണ് 0.3% പോകുന്നത്. പിന്നെയുള്ളൊരു 0.003% വരുന്നത് ബയോളജിക്കൽ ബോഡീസ് ആൻഡ് മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ്. 0.003% വരുന്നത് ബയോളജിക്കൽ ബോഡീസിലും മാനുഫാക്ചറിങ് പ്രൊഡക്ട്സിലാണ്. ബാക്കിയുള്ള ഫ്രഷ് വാട്ടറിൻ്റെ കണ്ടന്റ് വരുന്നത്. ഇനിയിപ്പം പറയുകയാണെങ്കിൽ മോർ ദാൻ 97% വാട്ടർ എന്ന് പറയുന്നത് സീസ്, ഓഷ്യൻസ് അങ്ങനെയാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്
സെലൈൻ വാട്ടറാണ്. നമ്മുടെ ഭൂമിയിൽ കൂടുതലായിട്ടുള്ളത് സെലൈൻ വാട്ടറാണ്. അത് സീയിലും ഓഷ്യനിലാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മോർ ദാൻ 97% സെലൈൻ വാട്ടറാണ്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ആദ്യം സ്നോ ക്യാപ്സ്, ഐസ്ബർഗ്, ഗ്ലേസിയേഴ്സ് വരും, പിന്നെ ഗ്രൗണ്ട് വാട്ടർ വരും, പിന്നെ ഫ്രഷ് വാട്ടർ ലേക്സ്, അറ്റ്മോസ്ഫിയർ, റിവേഴ്സ്. ഈ ഒരു ഓർഡറിലാണ് അതിൻ്റെ ഒരു ഡിക്രീസിങ് ഓർഡർ വരുന്നത്. ഇനി നമ്മുടെ വരാന്ത റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പെർട്ട് ഫാക്കൽറ്റി വന്നിട്ട് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ ബേസിക് സർക്കിൾസ് ഉണ്ടാവും. ബേസിക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ 5 or 6 കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് മെൻറ്റേഴ്സ് സഹായത്തോടു കൂടി ബേസിക് മെറ്റീരിയൽ കൊടുക്കും. അവരെ അത് ചെയ്യാൻ കാപ്പബിൾ ആക്കും. അത് കഴിയുമ്പോൾ അവർക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. ഈ എക്സ്ട്രീം സർക്കിൾസിലും അവർക്ക് മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബേസിക് സർക്കിളും എക്സ്ട്രീം സർക്കിളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് വെച്ചാൽ എക്സ്ട്രീം സർക്കിളിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. അവിടെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആണ് സൂപ്പർ ബാച്ചസ്. ഇപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് 1-2 മാസത്തിനിടക്കായിട്ടായിരിക്കും സൂപ്പർ ബാച്ചസിന് ബാച്ച് തുടങ്ങുന്നുണ്ടാവുക. അത് കഴിഞ്ഞാൽ റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓൺലൈൻ കണ്ടിന്യൂസ് ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ പാനലിൻ്റെ അടുത്ത് ആ ഒരു എൻവയോണിൽ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ വെച്ച് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കുക, നമ്മളെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് കണ്ടക്ട് ചെയ്തത്. നമ്മുടെ വരാന്ത റേസിൽ ജോയിൻ ചെയ്ത ഏതൊരു കുട്ടിയും ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ വരാന്ത റേസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചസ് ഉണ്ട്, അതുപോലെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ചസ് ഉണ്ട്, പിന്നെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്കുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് എലമെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ ഇൻക്ലൂഡഡ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആക്ടിനൈഡ്സ്, ചാൽക്കോജൻ, ലാന്തനൈഡ്സ്, ഹാലോജൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാലോജൻ ആണ്. ഹാലോജനിലാണ് എന്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി അതിനെ പറയുകയാണെങ്കിൽ അതിന് സാൾട്ട് പ്രൊഡ്യൂസിംഗ് എന്നുള്ള മീനിങ് ആണ് ഹാലോജൻസിന് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സാൾട്ട് പ്രൊഡ്യൂസിംഗ് എന്നുള്ളൊരു മീനിങ് വരുന്നത്. അങ്ങനെ അതിന് ഹാലോജൻ എന്നുള്ള പേര് വന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഗ്രൂപ്പ് നമ്പർ 17-ലാണ് ഹാലോജൻസ് വരുന്നത്. ഇനി ഗ്രൂപ്പ് നമ്പർ 17-ലെ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റൈൻ, ഇതൊക്കെയാണ് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന 5 ഹാലോജൻസ്. പിന്നെ ഒരെണ്ണം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതും ഉണ്ട്. ഇനി ഫ്ലൂറിൻ്റെ നോക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 9 ആണ്. പിന്നെ ക്ലോറിൻ്റെ നോക്കുകയാണെങ്കിൽ 17 ആണ്. ബ്രോമിൻ്റെ നോക്കുകയാണെങ്കിൽ 35, അയഡിൻ 53, എസ്റ്റാറ്റൈൻ 85. ഇങ്ങനെയാണ് അറ്റോമിക് നമ്പറും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റും വരുന്നത്. ഈ 5 എന്ന് പറയുന്നത് നാച്ചുറൽ ഹാലോജൻ എലമെൻറ്റ്സ് ആണ്. ഇനി ഒരെണ്ണം വരുന്നത് ആർട്ടിഫിഷ്യൽ ഉണ്ട്. അതാണ് ടെന്നസൈനൈഡ്, TS എന്ന് നമ്മൾ പറയും. അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ഈ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഈ ഹാലോജൻ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 117 ആണ്. അതുപോലെ ഈ ഫ്ലൂറിൻ എന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഈ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. പിന്നെ താഴോട്ട് പോകുന്നതിന് അതിൻ്റെ ഓർഡർ കുറയും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റൈൻ, TS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എബിലിറ്റി ഓഫ് എൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് എ ഷെയ്ഡ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ എബിലിറ്റി ഓഫ് എൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് എ ഷെയ്ഡ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. അതിന് സ്വന്തമായിട്ട് തന്നെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഓർഗനൈസേഴ്സ് ഓഫ് വിംബിൾട്ടൺ ഓപ്പൺ ഡിഡ് നോട്ട് അലോ പ്ലേയേഴ്സ് ഓഫ് 2 countries ടു കോമ്പീറ്റ് ഇൻ ദ വിംബിൾട്ടൺ 2022. വൺ ഓഫ് ദം വാസ് റഷ്യ. വിച്ച് ഓഫ് ദ അതർ കൺട്രി? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എസ്റ്റോണിയ, ബെല്ലാരസ്, ചൈന, യുക്രൈൻ. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബെല്ലാരസ് ആണ്. റഷ്യയും ബെല്ലാരസിയും വിംബിൾട്ടണിൽ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഡേവിസ് കപ്പ്, അതുപോലെ തന്നെ ബില്ലി ജീൻ കിങ് കപ്പ്, ഇതിലും റഷ്യയും ബെല്ലാരസിനെയും അവർ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. പിന്നെ വിംബിൾട്ടൺ എന്ന് പറയുന്നത് എന്താ, ഓൾഡസ്റ്റ് ടെന്നീസ് ടൂർണമെൻ്റ് ആണ് വിംബിൾട്ടൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ ഇംഗ്ലണ്ട് ക്ലബ്ബ് ലണ്ടനിലെ വിംബിൾട്ടണിലാണ് ഇത് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. ഏത് വർഷം? 1877. അതുപോലെ തന്നെ
വിംബിൾട്ടൺ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സ്ലാം പ്ലേഡ് ഓൺ ഗ്രാസിൽ. പുല്ലിൽ കളിക്കുന്ന ആകെയുള്ള ഗ്രാൻഡ് സ്ലാം ആണ് വിംബിൾട്ടൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് വാസ് ദ ഫോമൽ പ്രൊക്ലമേഷൻ ഓഫ് സ്വദേശി മൂവ്മെന്റ് മെയ്ഡ് ഓൺ 7 ഓഗസ്റ്റ് 1905? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വെല്ലിംഗ്ടൺ സ്ക്വയർ കൽക്കട്ട, കൽക്കട്ട ടൗൺ ഹാൾ ബംഗാൾ, കനൈധാർ ലൈൻ കൽക്കട്ട, ബംഗാൾ നാഷണൽ കോളേജ് കൽക്കട്ട. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൽക്കട്ട ടൗൺ ഹാൾ, കൽക്കട്ട ടൗൺ ഹാൾ ബംഗാളാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കൽക്കട്ട ടൗൺ ബംഗാളിൽ ഓഗസ്റ്റ് 7, 1905 സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ലോർഡ് കേൾസൺ എന്ത് ചെയ്തു? ബംഗാൾ പാർട്ടീഷൻ ജൂലൈ 1905 പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വദേശി മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. അത് പിന്നീട് ബോയ്ക്കോട്ട് മൂവ്മെന്റിലേക്കും എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ് ആണ് സ്വദേശി മൂവ്മെന്റിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ പൊതുവെ ലാൽ, ബാൽ, പാൽ എന്നാണ് ഈ ലീഡേഴ്സിനെ പറയാറ്. ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക്, പാൽ എന്ന് പറയുമ്പോൾ ബിപിൻ ചന്ദ്രപാൽ. അപ്പോൾ ഇതിൻ്റെ സ്വദേശി മൂവ്മെന്റിന്റെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ 1906 കൽക്കട്ട സെഷനിൽ വെച്ചിട്ട് അന്നേരം ഹെഡ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. അവരാണ് എന്താ സ്വദേശി മൂവ്മെന്റിലുള്ള റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. 1906 കൽക്കട്ട സെഷനിൽ, INCയുടെ കൽക്കട്ട സെഷനിൽ അവിടെ വെച്ചിട്ടാണ് സ്വദേശി മൂവ്മെന്റിന്റെ ഐഡിയ അവർ എടുത്തത്. പിന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ലക്നൌവിൽ 1919 ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ട്? ടർക്കിയുടെ റീ എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷൻ ഓഫ് കാലിഫേറ്റ് ഓഫ് ടർക്കി, ടർക്കിയുടെ കാലിഫേറ്റിന്റെ പൊസിഷന്റെ റീ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റ് തുടക്കം കുറിച്ചത്. ഇനി നമ്മൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ദണ്ഡി യാത്രയുടെ ബാക്കി പത്രമായിട്ടാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് വരുന്നത്. 1930 തൊട്ട് 1934 വരെയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ഇനി ദണ്ഡി മാർച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാന്ധിയും ഗാന്ധിയുടെ 78 അനുയായികളും കൂടി 241 മൈൽസ്, അതായത് ഗാന്ധിയുടെ സബർമതി ആശ്രമം തൊട്ട് അറബിക്കടൽ വരെ അവർ നടന്നു പോയി ഉപ്പ് കുറുക്കിയെടുത്ത് അവർ മേക്കിംഗ് ദ സാൾട്ട് ഫ്രം സീ, കടലിൽ നിന്ന് ഉപ്പ് കുറുക്കിയെടുത്ത് ബ്രിട്ടീഷിൻ്റെ പോളിസി വയലേറ്റ് ചെയ്തു. അങ്ങനെയാണ് ദണ്ഡി മാർച്ച് പറയുന്നത്. അതെന്ന് പറയുന്നത് 12 മാർച്ചിനാണ് അവർ യാത്രക്ക് തുടക്കം കുറിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് റിസീവ് ദ മാക്സിമം റെയിൻഫാൾ? ഓപ്ഷൻസ് നോക്കിയാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആസാം. നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആസാമാണ്. ആസാമിലാണ് മാക്സിമം റെയിൻഫാൾ കിട്ടുന്നത്. ഇനി അത് നോക്കുകയാണെങ്കിൽ ആസാമിലാണ് മാക്സിമം റെയിൻഫാൾ കിട്ടുന്നത്. അതുപോലെ ഈ ആസാമിനെ പറയുകയാണെങ്കിൽ 2 ഹിൽ ഡിസ്ട്രിക്ട്സും അതുപോലെ തന്നെ 21 പ്ലെയിൻ ഡിസ്ട്രിക്ട്സുമാണ് ആസാമിൽ ഉള്ളത്. 2 ഹിൽ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ 21 പ്ലെയിൻ ഡിസ്ട്രിക്ട്സുമാണ് ആസാമിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനായ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, ഇവിടെയാണ് മെയിനായിട്ട് നമുക്ക് മഴ കൂടുതലായിട്ട് കിട്ടുന്നത്. അതല്ല മഴ കൂടുതലായിട്ട് കിട്ടുന്നത് റെയിനസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മൗസിൻഡ്രം. മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് റെയിനസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു വർഷം 10,000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മൗസിൻഡ്രം എന്ന് പറയുന്നത് മേഘാലയയിലെ ഈസ്റ്റ് കാശി ഹിൽ ഡിസ്ട്രിക്റ്റിലാണ് മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. എവിടെയാണ്? ഈസ്റ്റ് കാശി ഹിൽസ് ഡിസ്ട്രിക്റ്റ് ഓഫ് മേഘാലയയിലാണ് മൗസിൻഡ്രം ഉള്ളത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു സൈൻ എ സബ്സിഡറി അലയൻസ് വിത്ത് ദ ബ്രിട്ടീഷ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ്, കൊച്ചിൻ, ട്രാവൻകൂർ, മറാത്ത. നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് ആദ്യമായിട്ട് സബ്സിഡറി അലയൻസ് ബ്രിട്ടീഷുമായിട്ട് സൈൻ ചെയ്തത്. 1798 നിസാം ഓഫ് ഹൈദരാബാദാണ് ആദ്യമായിട്ട് സബ്സിഡറി അലയൻസ് ട്രീറ്റി സൈൻ ചെയ്തത്. നിസാം ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ തലക്കെട്ടാണ്, ഉദ്ദേശിച്ച ഒരു ടൈറ്റിലാണ് നിസാം ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സബ്സിഡറി അലയൻസ് നോൺ ഇൻ്റർവെൻഷൻ പോളിസിയാണ് ലോർഡ് വെല്ലിസ്ലി ഉപയോഗിച്ച്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ 1798 തൊട്ട് 805 വരെയായിരുന്നു ഗവർണർ ജനറലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ the Nizam of Hyderabad was the first sign the policy in 1798 AD. 1798 AD യിലാണ് ഇദ്ദേഹം ഈ സൈൻ ചെയ്തത്. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് മൈസൂരിൽ
1799 പിന്നീട് ഈ പോളിസി സൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സും പഠിച്ചു പോയിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ ഇപ്രാവശ്യത്തെ CPO നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് 14ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മൾ 140 ക്വസ്റ്റ്യനാണ് ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 140 ക്വസ്റ്റ്യനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ ഇപ്രാവശ്യത്തെ CPOയിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.